പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് MLA തെളിവെടുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോലീസ് കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുകയാണ്. ആ കൊണ്ടു നടക്കുന്നതിനിടയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെളിവെടുപ്പ് എന്നൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ്, അതല്ലെങ്കിൽ തിരുവല്ലയിൽ വെച്ചായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവല്ലയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചീമൂട്ട ഏറ് ഉണ്ടായി. പല സ്ഥലങ്ങളിൽ വെച്ച് ആ ചെറുപ്പക്കാരനെ ആക്രമിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. അപ്പോൾ അയാളെ ആക്രമിക്കുകയും ചീമുട്ടയൊക്കെ എറിയുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ റണ്ണിങ് കമൻ്ററി കൊടുത്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ പൊതുമണ്ഡലത്തോടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോടും ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയൊക്കെ പോലീസ് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ഭരണകൂടം അതിനുള്ള ഒത്താശ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് പൊതുമണ്ഡലത്തിൻ്റെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും പിന്തുണ ഏറി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ചിന്തിക്കണം എന്നുകൂടി ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ പ്രാഥമികമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനാണ്. അയാൾ ഒരു പാർട്ടിയുടെ നേതാവായിരുന്നു. ഇപ്പോൾ അല്ല, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാൾ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ MLAയും കൂടിയാണ്. അതോടൊപ്പം തന്നെ അയാൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നേതാവ് കൂടി ആയിരുന്നു. സുഹൃത്തുക്കളെ, അയാൾക്കെതിരെ ഇപ്പം ഉള്ളത് എന്താ? അയാൾക്കെതിരെ ഇപ്പം ഇതുവരെ ഉള്ളത് 3 സ്ത്രീ പീഡന ആരോപണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അയാൾ അക്യൂസ്ഡ് ആണ്. അയാൾ കൺവിക്റ്റ് അല്ല, അയാൾ കുറ്റവാളിയല്ല, അയാൾ അക്യൂസ്ഡ് ആണ്, പ്രതിയാണ്. അയാൾക്കെതിരെ ഉള്ളത് 3 സ്ത്രീ പീഡന ആരോപണങ്ങളാണ്. ആ സ്ത്രീ പീഡന ആരോപണങ്ങളിൽ 2 ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. ആ സ്ത്രീ പീഡന ആരോപണങ്ങളിൽ 2 ഒരെണ്ണത്തിന് അയാൾക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി, വേറൊരെണ്ണത്തിന് അയാൾക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ആ 2 വിഷയവും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഒന്നിൽ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ 21-ാം തീയതി മറ്റും പരിഗണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ 3ാമത് ഒരു ആരോപണം കൂടി വന്നു. ആ ആരോപണം വന്ന സമയത്ത് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ഒരുപാട് നടപടിക്രമങ്ങളുടെ ലംഘനങ്ങളുണ്ടെന്ന് കേരളത്തിലെ മുൻ DGP TP സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവല്ല കോടതിയിൽ പ്രാഥമികമായ വാദം കേട്ടു. എത്രയോ ദിവസത്തെ 3-4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനായിട്ട് കോടതി പറഞ്ഞു. അതിനെ തുടർന്ന് പോലീസ് പല സ്ഥലങ്ങളിലും അയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയാണ്. ആ തെളിവെടുപ്പ് നടത്തുന്നതിനിടയിൽ അയാളുടെ എതിരായിട്ട് നിൽക്കുന്ന സംഘടനകൾ, അവരുടെ യുവജന സംഘടനകളൊക്കെ വളരെ അക്രമാസക്തമായി അയാൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. അയാളെ ചീമുട്ട എറിയുന്നു, അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അയാളെ അസഭ്യ വാക്കുകൾ കൊണ്ട് അയാളെ മൂടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അയാളെ തെളിവെടുപ്പെന്നും പറഞ്ഞ് പോലീസ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ ആഘോഷമാക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ എല്ലാ വൃത്തികേടുകൾക്കും, ഈ ഹീന പ്രവർത്തനങ്ങൾക്കും, ഈ നികൃഷ്ട പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് പ്ലേയിങ് ടു ദ ഗാലറീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിൽക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അയാൾ ഒരു MLA ആണ്, അയാളൊരു ഇന്ത്യൻ പൗരനാണ്. അയാൾക്കെതിരെ 3 ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. 3 ആരോപണങ്ങൾ മാത്രം.
എന്നാൽ മറ്റു ചിലർ ഉണ്ടല്ലോ ഇവിടെ. അതിലൊന്ന് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി. ആ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്നും അയാൾ സോളാർ പരാതിക്കാരിയെ ഗർഭിണിയാക്കിയ സമയത്ത് അയാളുടെ മാതാവിന് ഈ കാര്യം അറിയാമായിരുന്നു എന്നുമൊക്കെയുള്ള വിഷയങ്ങൾ മോദി സർക്കാരിൻ്റെ കീഴിലുള്ള CBI അന്വേഷണം നടത്തിയ CBI അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലേ സുഹൃത്തുക്കളെ? അയാൾ മന്ത്രിയായിട്ടിരിക്കുകയല്ലേ? അയാളുടെ മുൻ ഭാര്യയെ യാമിനി തങ്കച്ചിയെ വീട്ടിലിട്ട് ഊടുപാടും മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തിയതല്ലേ വർഷങ്ങൾക്ക് മുമ്പ്? സോളാർ പരാതിക്കാരുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ ഇയാൾ മുൻകാലത്ത് മന്ത്രിയായിരുന്ന സമയത്ത് അയാളെ മന്ത്രിഭവനത്തിലിട്ട് ചവിട്ടി തേച്ചു എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇയാളുടെ മുൻ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചിയല്ലേ സുഹൃത്തുക്കളെ? അയാൾ പിന്നെ മന്ത്രിസഭയിൽ ഇരിക്കുകയല്ലേ? അയാൾ ഇപ്പോഴും മന്ത്രിയല്ലേ? എന്ന് മാത്രമല്ല അയാൾ ഉളുപ്പും ലജ്ജയുമില്ലാതെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത് വരെ നമ്മൾ കേൾക്കുന്ന നാണം കെട്ട് നമ്മൾ തലകുനിച്ചു പോവുകയല്ലേ ശരിക്കും ചെയ്തുകൊണ്ട്? അയാൾക്കൊരു പ്രശ്നവുമില്ലല്ലോ ഇവിടെ മന്ത്രിയായിട്ടിരിക്കാൻ. സോളാർ പരാതിക്കാരിൽ അയാൾക്ക് കുട്ടിയുണ്ടായിരുന്നു CBI അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലേ? ഇനി മുകേഷ് MLA, കൊല്ലം MLA, അയാൾക്കെതിരെ സ്ത്രീപീഡന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചതല്ലേ? അയാൾ MLA ആയിട്ടിരിക്കുകയല്ലേ? അയാൾക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഇവിടെ ഉയരുന്നുണ്ടോ? അപ്പം ഗണേഷ് കുമാറിനെ പോലെയും മുകേഷിനെ പോലെയുമുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ് 3 സ്ത്രീപീഡന ആരോപണങ്ങൾ മാത്രം നേരിടുന്ന ഒരു MLA പണ്ട് രാജഭരണകാലത്ത് കുറ്റം ചെയ്തു എന്ന് രാജാവ് പറയുന്ന ആളെ കാലിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അയാളെ കല്ലെറിയുകയും അയാളെ തുപ്പുകയും പിന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന രാജഭരണകാലത്തെ പോലുള്ള പണികൾ ഇപ്പം ഈ പിണറായി സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് അയാൾക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ അയാളെ കല്ലെറിയൂ. കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ആട്ടുകയും തുപ്പുകയും ചെയ്യൂ. അതിനുപോലും ഇവിടെ നിയമമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ബോംബെ ഭീകരാക്രമണ കേസിൽ പ്രതിയായിരുന്ന അജ്മൽ കസബിനെ വെടിവെച്ച് കൊല്ലുകയല്ല ഇവിടെ ചെയ്തത്. ഇവിടെ നിയമവ്യവസ്ഥയുടെ 4 അതിരുകൾക്കുള്ളിൽ നിന്ന് അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഭിഭാഷകനെ പോലും നിയമവ്യവസ്ഥ ഏൽപ്പിച്ചു കൊടുത്തു. വാദപ്രതിവാദം നടന്നു. ആ വാദത്തിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി അയാളെ തൂക്കിക്കൊന്നു. അതല്ലേ ഇവിടെ ബോംബെ ഭീകരാക്രമണ കേസിൽ ഉണ്ടായ പ്രതിയെ പോലും ചെയ്തത്. ഇങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? അച്യുതാനന്ദൻ എത്ര സ്ത്രീപീഡന ആരോപണങ്ങൾ കൈകാര്യം ചെയ്തു? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പതിറ്റാണ്ടുകൾ അച്യുതാനന്ദൻ പോരാട്ടം നടത്തിയത് അയാളെ പിടിച്ച് ജയിലിലിടുകയും അയാളെ ചീമുട്ടേറിയാനും അയാളെ ആക്രമിക്കാനും അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അയാൾക്കെതിരെ നിയമപരമായി പോരാടുകയല്ലേ PS ചെയ്തത്. PJ ജോസഫ് വിമാനത്തിൽ വെച്ചൊരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ അഭിപ്രായം വന്ന് അയാളോട് രാജിവെക്കാൻ പറയുകയല്ലേ PS ചെയ്തത്. അവസാനം അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നു. അപ്പോൾ VS അച്യുതാനന്ദനെ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ ആരോപണങ്ങൾ വരുന്നവർക്കെതിരെ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിന്ന് നിയമ പോരാട്ടം നടത്തുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഈ ക്രൂരനായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരി, ഒരു ചെറുപ്പക്കാരൻ, ഒരു MLA, ഇന്ത്യൻ പൗരൻ, അയാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ അയാളെ ചീമുട്ടേറിയാനും അയാളെ തല്ലാനും അയാളെ ചവിട്ടാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് ഭരണകൂട ഭീകരതയല്ലെങ്കിൽ പിന്നെന്താ സുഹൃത്തുക്കളെ? ഇനി ഇവിടുത്തെ പ്രതിപക്ഷത്തോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതിപക്ഷം കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു സമീപനമാണ് എടുത്തത്. അവർ ഈ ആരോപണം വന്നപ്പോൾ തന്നെ അയാളെ പുറത്താക്കി. CPM-ന് കഴിയാത്ത ഒരു കാര്യമാണത്. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ അവൾക്ക് ഒരു നിലപാടെടുക്കേണ്ടതല്ലേ അവർ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് കുറ്റമാണെങ്കിൽ അയാളെ ശിക്ഷിക്കണമെന്ന് തന്നെ പറയുക, അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പറയുക. പക്ഷേ അയാളോട് നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങളെ തള്ളിപ്പറയാനുള്ള ബാധ്യത ഇവിടുത്തെ കോൺഗ്രസിനില്ലേ, ഇവിടുത്തെ UDF-നില്ലേ? നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അയാളെ ചീമുട്ടെറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനെ എതിർക്കേണ്ട ബാധ്യത ഇവിടെ UDF-നും കോൺഗ്രസിനും ഇല്ലേ സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ അവർക്കും നാളെ ഇതുപോലെ സംഭവിക്കില്ലേ? അപ്പോൾ അയാളുടെ ജനങ്ങളുടെ മുമ്പിൽ പോയി ആക്രമണത്തിനും ഈ ചീമുട്ടയ്ക്കൊക്കെ വിധേയമാക്കുന്ന ഈ ഭരണകൂട തീരുമാനത്തെ വിമർശിക്കാനുള്ള ആർജവും എങ്ങനെയാണ് UDF-നും കോൺഗ്രസിനും ഇല്ലാതെ പോകുന്നത്? വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ
ഇതിനൊരു മറുവശമുണ്ട്. എന്താണ് ആ മറുവശം? ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു ചെറുപ്പക്കാരനെ ഈ ഭരണകൂടം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് ഈ പീഡിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കാണണം. ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ കാലമാണിതെന്ന് കാണണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. ഈ പീഡനം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മനസ്സിലാക്കണം. എന്തൊക്കെ ആക്രമണം, പീഡനം ആ ചെറുപ്പക്കാരനെതിരെ ചെയ്യുന്നോ അതെല്ലാം ആ ചെറുപ്പക്കാരനെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാക്കി മാറ്റാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളത് നമ്മൾ കാണണം. പൊതുജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും അയാൾക്ക് വലിയ സ്വാധീനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം അയാൾക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾക്കെതിരെ ഒരു കുറ്റവും തെളിഞ്ഞിട്ടില്ല. ആരോപണ വിധേയനെ ഇങ്ങനെ പീഡിപ്പിക്കാനും ചീമുട്ടെറിയാനും ആക്രമിക്കാനൊന്നും ഈ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. നാളെ കോടതി അയാൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്താൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? ഒരു കേസിൽ തന്നെ ഇപ്പോൾ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയില്ലേ? അയാൾക്ക് അനുകൂലമായി നോട്ട് അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? ഈ മൂന്നാമത്തെ കേസും തള്ളിപ്പോകാനല്ലേ സാധ്യത? അങ്ങനെ തള്ളിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ ഭരണകൂടമൊക്കെ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭരണകൂടവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ അയാളെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഹീറോയാക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾ ഇപ്പോൾ തന്നെ യുവജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഹീറോ ആയി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരോപണ വിധേയനെ ചീമുട്ടയെറിയുന്നു, ആരോപണ വിധേയനെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുന്നു. എന്നാൽ സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞവൻ മന്ത്രിയായിരിക്കുന്നു. ആ മന്ത്രിയായിരുന്നുകൊണ്ട് അവൻ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതിനെതിരായിട്ട് സംസാരിക്കുന്നു. സ്ത്രീപീഡനത്തിന് കുറ്റപത്രം സമർപ്പിച്ചവൻ MLA ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ MLA ഇതുപോലെ പീഡിപ്പിക്കുന്നത് ആ MLA ആ ചെറുപ്പക്കാരനെ ജനങ്ങളുടെ വലിയൊരു ആരാധ്യ പുരുഷാക്കാൻ മാത്രമേ സഹായകരമാക്കൂ എന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. രാഹുൽ മാങ്കൂട്ടം പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവിലും യുവാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ചും വലിയൊരു ഹീറോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.